ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയെ കുറിച്ചാണ്. 19ാം നൂറ്റാണ്ടിലെ കേരളം കടുത്ത ജാതി വിവേചനത്തിന്റെയും സാമൂഹിക അസമത്വത്തിന്റെയും പിടിയിലായിരുന്നു. സമൂഹത്തിൽ താഴ്ന്ന ജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്നവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ ദൈവാരാധന നടത്താനോ പോലും അവകാശമുണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക അംഗീകാരം എന്നിവയിലും അവർ കടുത്ത വിവേചനം നേരിട്ടു. ദൈവം എല്ലാവരുടെയുമാണെങ്കിലും ആരാധനയ്ക്കുള്ള അവകാശം ചിലർക്കു മാത്രം എന്ന അവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഈ അനീതികളെല്ലാം നേരിട്ട് കണ്ടും അനുഭവിച്ചും വളർന്ന ശ്രീനാരായണ ഗുരു മനുഷ്യ സമത്വത്തിന്റെ സന്ദേശം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ക്ഷേത്രങ്ങളും ആത്മീയതയും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം അവകാശമല്ലെന്നും ദൈവം എല്ലാവർക്കും ഒരുപോലെയാണെന്നും ഗുരു വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ ധീരമായ പ്രഖ്യാപനമായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. 1888 മാർച്ച് 12 മഹാശിവരാത്രി ദിനത്തിൽ നെയ്യാർ നദിയിൽ സ്നാനം നടത്തിയ ശേഷം ഗുരു നദിയിൽ നിന്നും ഒരു കല്ലെടുത്ത് അരുവിപ്പുറത്ത് ശിവലിംഗമായി പ്രതിഷ്ഠിച്ചു. ശിവരാത്രി നാൾ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുവാൻ ഉദ്ദേശിക്കുന്നതായി അനുയായികളോട് ഗുരു സൂചിപ്പിച്ചിരുന്നു. അന്നേ ദിവസം വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ വന്നു ചേർന്ന് ജനനിബിഡമായി. ഗുരു ധ്യാനത്തിലായിരുന്നതിനാൽ എപ്പോഴാണ് ശിവപ്രതിഷ്ഠ നടത്തുന്നതെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. പാതിര കഴിഞ്ഞപ്പോൾ ഗുരു ധ്യാനത്തിൽ നിന്നും ഉണർന്ന് നെയ്യാറ്റിൻകരയിലുള്ള ശങ്കർകുഴിയിൽ ഇറങ്ങി ഒരു ശിലയുമായി കയറി വരികയും ശില തന്റെ മാറോട് ചേർത്ത് 3 മണിക്കൂർ സമയം ധ്യാന നിരതനായി നിൽക്കുകയും ചെയ്തു. ഈ സമയം തൃപ്പാദങ്ങളുടെ കണ്ണുകളിൽ നിന്നും അശ്രുഗണങ്ങൾ ഇറ്റിറ്റു വീണുകൊണ്ട് ആ ശിലയെ ചൈതന്യവത്താക്കി. മാനവരാശിയുടെ മോചനത്തിൽ ജനിച്ചപ്പോൾ പോലും കരയാതിരുന്ന ഗുരുദേവൻ തന്റെ ജീവിതത്തിൽ ലോക ജനതയ്ക്ക് വേണ്ടി കണ്ണീർ പൊഴിച്ചത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ സമയത്താണ്. ഈ സംഭവം അന്നത്തെ സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും വഴിവെച്ചു. ബ്രാഹ്മണനല്ലാത്തവരാൾ എങ്ങനെ ശിവപ്രതിഷ്ഠ നടത്തും എന്ന ചോദ്യം ഉണർന്നു. അപ്പോൾ ഗുരു ശാന്തമായും ചാതുര്യത്തോടെയും പറഞ്ഞ മറുപടി ഇതാണ്: നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്. ഈ മറുപടി ആരെയും അപമാനിക്കാനല്ലായിരുന്നു, ദൈവത്തെ ജാതിയുടെ പേരിൽ വിഭജിക്കുന്ന സമൂഹത്തിന്റെ ചിന്താഗതിയെ ചോദ്യം ചെയ്യാനായിരുന്നു. ദൈവത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ ആർക്കും അവകാശമില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഗുരു ഇതിലൂടെ നൽകിയത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം തൃപ്പാദങ്ങൾ ഒരു മതസൗഹാർദ്ദ സന്ദേശം വിളംബരം ചെയ്തു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണത്. ഈ സന്ദേശം ഗുരുവിന്റെ സമത്വ ദർശനത്തിന്റെ സാരാംശമാണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഒരു മതപരമായ ചടങ്ങായിരുന്നില്ല, അത് സാമൂഹിക വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം സമൂഹത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ശക്തി ലഭിച്ചു. വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, സമത്വം, ഐക്യം എന്നിവയ്ക്ക് ഗുരു നൽകിയ പ്രാധാന്യം എക്കാലത്തും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് രൂപം കൊണ്ട ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഗുരുവിന്റെ സന്ദേശം എക്കാലത്തും ലോകത്തിന് വഴികാട്ടിയാണ്. ജാതിയുടെയും വർഗത്തിന്റെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവുകൾ അവസാനിപ്പിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനാണ് ഗുരു ഇതിലൂടെ നമ്മൾക്ക് പ്രേരിപ്പിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രമല്ല, അത് മനുഷ്യന്റെ സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സമത്വത്തിന്റെയും ചരിത്രമാണ്. ആ മഹത്തായ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സ്നേഹവും സന്തോഷവും സാഹോദര്യവും നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ഗുരുധർമ്മം വിജയിക്കട്ടെ.